ത്തുള്ള മെട്രോ ഏതാ നോക്കിയിട്ട് നീ എന്നോട് പറ. വെൽക്കം ടു അൽഷസാം. നൊമാഡിയൻ ഇപ്പോഴും വീട്ടിലാണ്, ഓൺ ദ വേ ആണ്. യെസ്, നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് അൽക്കൂസിലോട്ട് പോകാൻ. ബൈ ദ വേ, ഇന്നത്തെ വ്ളോഗും നമ്മൾ അന്ന് കണ്ട സെയിം ബർഗർ തിന്നാനായിട്ട് അവന്മാരെ വിളിച്ചോണ്ട് ബിക്കോസ് അവന്മാരെ വിളിച്ചില്ല എന്ന് പറഞ്ഞൊരു പരാതി ഉണ്ടായിരുന്നു. നമ്മൾ അതങ്ങ് തീർക്കുകയാണെന്ന്. സോ എസ്കേപ്പിയുടെ കയ്യിൽ ഞാൻ ഓപ്പോ 5X9 Pro കൊടുത്തിട്ടുണ്ട്. ആൻഡ് അത് സെയിം ഇത് തന്നെയാണ്. ഇന്നും ബ്രിസ്ക്കറ്റ് ആണ് ആദ്യം മുതൽ കഴിഞ്ഞ വീഡിയോയുടെ സെയിം സാധനങ്ങൾ. അതെന്ന് വെച്ചാൽ ബ്രിസ്ക്കറ്റിന്റെ സ്ഥലത്ത് ഞാൻ ഇപ്പൊ പോകുന്നു അൽക്കൂസ്, അത് 4 ദിവസമേ അത് ഓപ്പൺ ആകും അവിടെ ഓസ്ട്രേലിയ. വെള്ളി ശനി അല്ല, ഇപ്പൊ ഈ മാസം തൊട്ട് അവർ 4 ദിവസം ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ 3 ദിവസം. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മാത്രം ഓപ്പൺ ആയി കിടക്കുന്ന ഒരു ബിസ്ക്കറ്റ് സ്പോട്ടാണ്. ഷാർജയിൽ ഇത് ഓൾറെഡി നേരത്തെ ഉണ്ട്. എനിക്കൂടെ ഒരുപാട് പേര് മറ്റേ ബർഗർ തന്നെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ പോയിട്ടുണ്ട്. എനിക്ക് മെസ്സേജ് ഒക്കെ കുറെ പേർക്ക് അത് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം. അത് ആ സെയിം ബർഗർ നമ്മൾ ഇന്ന് മറ്റേ 11 wood fire. പറ്റുമെങ്കിൽ ഇന്ന് വേറെ എന്തെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. അവര് ബർഗർ ട്രൈ ചെയ്തോട്ടെ, നമ്മള് കഴിച്ചാണല്ലേ. അവര് കഴിക്കുന്നതാണോ ഒരു ബർഗർ? നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്. അപ്പോ മെൽറ്റ് ഇൻ ദ മൗത്ത് ബർഗർ. But anyway, so we are going to Alcoos first. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നു വുഡ് ഫയർ. ഗൈസ്, സുബിനോളജിയുടെ സിൽവർ കളർ 17 Pro Max സാധാ പ്രോ. അയ്യോ, ഈ ഞാൻ മറന്ന് പിന്നെ എൻ്റെ ആർക്ക് ഞാൻ അയ്യോ അടുത്ത പ്രാവശ്യമായിട്ട് എൻ്റെ ഞാൻ വലിയ വില കൊടുത്ത് മേടിച്ച എനിക്ക് പറ്റിയ ഒരു അക്കടിയാടേ അത്. ഒരു ശരാശരി ദുബായ് ജീവിതമാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അൽഖൈൽ മോളിൽ അൽഖൈൽ റോഡിൽ മുഠാൻ ട്രാഫിക് ബ്ലോക്ക്. ഇല്ല, ഞാൻ 3 PM ആണ് അവിടെ പ്ലാൻ ചെയ്തത്. നമ്മൾ ഏകദേശം 3-5 എത്തുന്നു. ഇവിടെ നമുക്കൊരു ചെറിയൊരു ഇവിടെ എന്തോ ഒരു അപകടം സംഭവിച്ചു. ഇവിടുത്തെ അപകടത്തിന്റെ പ്രശ്നമാണല്ലേ? യെസ് ഗൈസ്, ഡ്രൈവ് സേഫ് ഗൈസ്, ഡ്രൈവ് സേഫ്. ആക്സിഡന്റ് പറ്റി, 3 വണ്ടി ചടപടയെന്ന് ഇടിച്ച്. അതൊരു ഇതും ടെസ്ലയും. ഡ്രൈവ് സേഫ് ഗൈസ്, എല്ലാവരും പറയാനുള്ളതാണ്. അത് നമ്മളെ നാട്ടിലുള്ളവർ ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ്, നിങ്ങളൊരു സിഗ്നലിലോട്ട് പോയി നിൽക്കാനാണ് നിങ്ങൾ മറ്റേ പറന്നടിച്ച് പോകണമെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. വേറെ ഒന്നും ചിന്തിക്കണ്ട. ഈ പറന്നടിച്ച് പോയിട്ട് ഒരു റെഡ് സിഗ്നലിൽ നിൽക്കും. എന്തിനാണ് അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോണത്? പ്ലീസ് നിങ്ങളുടെ ഹെൽത്തിനെയും നിങ്ങളുടെ ഇതിനെയും നിങ്ങൾ ഇത് കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് നിങ്ങൾ ഈ ദുബായിലുള്ളവരൊക്കെ പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നമ്മളെന്തായാലും നമ്മുടെ സ്ഥലത്തിലോട്ട്, നമ്മളെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മളങ്ങനെ സ്ഥലത്തെത്തി. ഗൈസ്, ഇതിന്റെ കാളാരെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അപ്പം മനസ്സിലായിക്കോണം, ഒന്നെങ്കിൽ റോക്കിന്റെ വീടായിരിക്കും അല്ലെങ്കിൽ സ്മോക്ക് ഹൗസ് ആയിരിക്കും. അപ്പൊ ഇതെന്തായാലും റോക്കിന്റെ വീടല്ല, നമ്മൾ സ്മോക്ക് ഹൗസിൽ വന്നിരിക്കും. തൊള്ള ഇവിടെ റോൾസ് റോയ്സ് ഒക്കെ കിടക്കുന്ന കേട്ടോ, കൊല കൊമ്പ സ്ഥലമാണ് കേട്ടോ. തറവാടിയാണ് മോനെ. ഇവിടെ മുട്ടൻ, ഇവിടെ പോത്തിന്റെ കളി കേട്ടോ. തള്ള പോത്തുകൾ അടഞ്ഞല്ലേ വരി. ഇത് സത്യം പറഞ്ഞ ന്യൂയോർക്ക് ഉണ്ട്. രണ്ടെണ്ണം ഉണ്ടോ? ഒന്നല്ല, 2 എണ്ണം. 2 പോത്തുകൾ. ഇറച്ചി വെട്ടുകാരന്മാര് ഇടണ സാധനം ഇതിട്ടാണോ കഴിക്കാനുള്ളത്? ഇവിടെ മറ്റേ കപ്പിയൊക്കെ വെച്ചേക്കണം. ഇത് ഒറിജിനലാ? അല്ല, ഡ്യൂപ്ലിക്കേറ്റ് സ്ഥലം. സൂപ്പറല്ല ഇത്. ബുച്ചർ ഇതിട്ടിട്ട് വേണം ഇറച്ചി വെട്ടണോ? അല്ല, ഇത് കഴിക്കാനൊക്കെ നമുക്ക് ഇതിട്ട് നമ്മൾ ഇറച്ചി വെട്ടാനാ ഇത്. ഇവിടെ കിടില ആംബിയൻസ് കേട്ടോ. സുബിനെ കൊള്ളാം. ഇത് എന്താ കടയുടെ പേരാ? 7 സ്മോക്കിൻ 7. യെസ്, അതായിരിക്കും സ്മോക്കിൻ 7. The owner loves Ronaldo, use number 7. Like CR7? Cristiano. Hey, CR7. Smoking 7. You know what's smoke? The 7 Emirates. Guys, ഇവിടെ കാക്ടസ് ഒക്കെ വളർത്താൻ വെച്ചിട്ടുണ്ട്. ഒറിജിനലാണ്. അൽക്കൂസ് എന്ന് പറഞ്ഞ ഏരിയയിൽ ഇതുപോലത്തെ വെയർ ഹൗസസിനെയൊക്കെ അവരിതുപോലെ റെസ്റ്റോറൻറ്റ്സ് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇത് ചെയ്യുന്നുണ്ട്, ഓർഡർ ചെയ്യണം. സൗണ്ട് ഡെലിവറി. ഞാൻ തൽക്കാലം അത് പറയണില്ല. Okay, one question. Burger, the smoking 7 burger, you're using Angus beef there? Angus beef itself? Or brisket you?
Is brisket? Not patty. ഉണ്ടാക്കണണ്ട. Okay. But it's Angus beef. Grade of Agu. Yeah. Okay, no problem. The grade of Agu. A1, A2, A3, A4, A5, A6, A7. അണ്ണ എന്തിനാണ് There's ഓർഡർ a ചെയ്തത്? grade. 6. Seriously? From Australia. Okay. Original. എന്തിനൊക്കെ ഓർഡർ ചെയ്ത്? എന്തോന്ന് ഓർഡർ ചെയ്തത്? The short ribs, smoked beef cheeks, jalapeno cheese sausages. ഇത് ഇവിടെ നിന്ന് വന്ന് നിങ്ങൾ ലെമണേഡ് ആണ് ഓർഡർ ചെയ്യണമെങ്കിൽ ഇത് അൺലിമിറ്റഡ്. Okay. നിങ്ങൾ ഏതാണ്ട് ഈ സാധനമാണ് ഓർഡർ ചെയ്യണമെങ്കിൽ ഇത് അൺലിമിറ്റഡ്. ഞാൻ അതിൻ്റെ സാധനം എടുത്തിനാ. ഈ പടി കയറി മോളി എത്തുമ്പോൾ നമ്മൾ മരിക്കും ആ കേട്ടോ. ഈ പടിയും കയറിയേ മോളി എത്തുമ്പോൾ ദഹിക്കൂന്നല്ല. അതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പോയി ഷൂട്ട് ചെയ്യണം. ഏത് കിച്ചൺ ആക്സസ് അതുണ്ടോ? ആ കിച്ചൺ ആക്സസ് ഒക്കെ ഉണ്ടല്ലേ? നൈസ്. എൻ്റെ അമ്മേ ഇവിടെ പറയുമ്പോൾ ശരിയാണ്, ലൈറ്റ് ഡള്ളാ. ഓ ഇതാണ് മോളിലുള്ള ഏരിയ. ഗൈസ് നമുക്കിവിടെ ഗ്ലൗസ് ഒക്കെ കിട്ടും കേട്ടോ. അത് ഈ ഞവടി കഴിക്കുമ്പോഴേ ഇവിടെ കൈ കഴുകാൻ സ്ഥലമില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ലില്ല. അതാണ് സംഭവം. കൈ കഴുകാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഗ്ലൗസ് ഇടുക, ഫുഡ് അടിക്കുക, ഇതങ്ങ് ഊരി കളയുക. അതെന്ന് വെച്ചാൽ ഒരു അതിശയം തന്നെയാണ് ഈ ബ്രിസ്ക്കറ്റ് എന്ന് പറയുന്ന സാധനം. ബ്രിസ്ക്കറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ടഫസ്റ്റ് പാർട്ടാണ് ഒരു മീറ്റിൻ്റെ. ഒരു ബീഫോ അല്ലെങ്കിൽ ഒരു ബഫലോയുടെ ഭാഗത്തിൻ്റെ ഏറ്റവും ടഫസ്റ്റ് മസിലുള്ള ഭാഗങ്ങളാണ്. അതിനെ ഏറ്റവും സോഫ്റ്റ് ആക്കുക എന്ന് എത്ര പറയുന്നത് മണിക്കൂറാണ്? 8 മണിക്കൂറാണ്. 8 പോരാ, ബിറ്റ്വീൻ 10 to 14 hours വരെ എന്തായാലും സ്മോക്ക് ചെയ്യും. സ്ലോ. നമ്മളെ നാട്ടിലുണ്ട് കൊച്ചിയിൽ സ്റ്റീവ് എന്തോന്നോ ഒരു പയ്യൻ, അവനും ഇതുപോലെ കുക്കിംഗ് മറ്റേ സ്മോക്ക് ഹൗസ് പരിപാടിയൊക്കെ ചെയ്യുന്നു. അണ്ടർടേക്കറിന് ഓർമ്മ ഈ കുറച്ച് നാളുകളായിട്ടാണ് ഈ ബ്രിസ്ക്കറ്റ് ഇവിടെ ഭയങ്കര ഫേമസ് ആയി തുടങ്ങി. ഫേമസ് ആയി തുടങ്ങിയത്. അതും ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ചെയ്ത ബിഗ് ടീ ബാർബിക്യൂ എന്ന് പറഞ്ഞൊരു റെഡി സാധനം വന്നു പോയി എടുത്തിട്ട് വരാം. അപ്പം അങ്ങനെയാണ് ബിഗ് ടീ ബാർബിക്യൂ ഞാൻ ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്തത്. ഒരു പലസ്തീനിയൻ അമേരിക്കൻ തുടങ്ങിയത് ഇവിടെ. ആഴ്ചയിൽ 3 ദിവസം പുള്ളിയാണ് ആ കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഴ്ചയിൽ 3 ദിവസത്തെ ഒരു കോൺസെപ്റ്റ്. വെള്ളി ശനി ഞായർ മാത്രം 1 ടൺ 1 ടൺ 3 ദിവസം വയ്ക്കുന്ന അയാൾ. അതിനുശേഷം പിന്നെ എല്ലാ ബ്രാൻഡ്സും തിരും. പുള്ളിയുടെ വേട്ടന്ന് ചട്ടാവും. ഒരു വൈകുന്നേരം ആകുമ്പോൾ കഴിയും, നിങ്ങൾക്ക് കിട്ടില്ല സാധനം. അങ്ങനെ പിന്നെ വേറെ ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇല്ല, ഇതൊരു ഭാഗം മാത്രമാണ്, സാധനങ്ങൾ വരാണ്ട്. Yeah, this is it. Hey, anything else? Yeah. ഇത്രയും സാധനങ്ങൾ. ആ ബിസ്ക്കറ്റ് ഉണ്ട്. ശരിയാ, ബിസ്ക്കറ്റ് ഒന്നുമില്ല. ടാക്കോസ് ഉണ്ട്. ഗൈസ് ഫ്രഞ്ച് ഫ്രൈസ്. അത് ബർഗറാ? This is burger, this is chicken. ബർഗർ. അത് കോഴിയത്? Yes. നല്ല ടാക്കോസ്. ഇത് മുക്കി അടിക്കാനുള്ള സോസ്, 2 സാസേജ്. ഇതെന്തോന്നു? ഇത് റിബൈ ആയിരിക്കും. അത് റിബൈ. യെസ്, റിബയ്യ. നമ്മൾ ഇത്രയും സാധനങ്ങളാണ്. അയ്യോ മറ്റേ കോൾസ്ലോടാ വരും ഇനി ആരെ കൊണ്ടുവരണം. ഓക്കെ അത് പറഞ്ഞു. അത് കിട്ടില്ലോണെന്നുണ്ട്. അത് കണ്ടിട്ട് തറവാടി ലുക്കുണ്ട്. എന്തായാലും ഇതിപ്പോൾ തൽക്കാലം വിശപ്പ്. Now the best part is, this is their best burger, Smokin' 7 burger, because it has Wagyu and brisket. Both in that. And Wagyu is 6+. ഷോട്ട് എടുത്താടാ. അണ്ണ വന്നു. Yes. Oh, I need some coleslaw. Guys, Yeah, please. look at this, guys. This is the brisket. ഇതെന്തായിരുന്നു? ചീക്സ് ആയിരിക്കും. ഇതാണോ ചീക്ക്? പുട്ട്. അല്ല ഇത് സന്തോഷം കണ്ട മൊത്തം. ഗൈസ്, ദിസ് ഈസ് ദ പീസ് ഓഫ് ദ പീസ്. താങ്ക് യു. ബിസ്മില്ലാ. വേണ്ട ബിസ്ക്കറ്റ്. ഒന്നും എൻ്റെ അമ്മ നമ്മളൊന്നും കഴിച്ച ഒന്നുമല്ല. നമ്മൾ കഴിച്ച എനിക്ക് ബിസ്ക്കറ്റ് മതി. ടാക്കോസ് കഴിക്കും, അടിപൊളി. മുക്കടിയാ അടിപൊളി ടാക്കോസ്.
ഇപ്പോൾ നമുക്കൊരു മത്ത് വരും. അതിനെ ബാലൻസ് ഔട്ട് ചെയ്യാനായിട്ട് ഇതുപോലത്തെ പച്ച സാധനങ്ങൾ കഴിക്കാം. അപ്പം പാലറ്റ് ക്ലീനായി. ചിക്കൻ ലെഗ് 2-3 ഡയലോഗ് മാത്രം കിട്ടിയാൽ മതി. ഓഹോ അല്ല സ്മാക്ക്. സൂപ്പർ. അത് സോസ് റാൻച്ചാണെന്ന് തോന്നുന്നു. ഇതെന്ത് സോസേജ്? സോസേജ് മീറ്റിൻ്റെ എന്താ അത് അവരുടെ ഈ ജ്യൂസി ആയിരിക്കും, അകത്ത് ഫുൾ പശുവാണോ? ജ്യൂസി ആയിരിക്കും. ഓ കഴിക്കുന്നു. ഇതൊന്നും സോസേജ് ഇത്. എൻ്റെ അമ്മോ. അത് ഓ ഏതാ ഫ്ലേവർ, ഓ വാട്ട് ആ ഫ്ലേവർ. എൻ്റെ അമ്മോ. ഓ എൻ്റെ കൈ, എൻ്റെ ഗ്ലൗസ് മൊത്തം നനഞ്ഞി. അതിനാണ് ഇത് ഇടാൻ പറഞ്ഞത്. ഫാറ്റാണ് ഗൈസ്, ഫാറ്റ്. ബിസ്ക്കറ്റ് കഴിച്ചാടാ? ബിസ്ക്കറ്റ് അടിപൊളി, കിട്ടില്ല ബിസ്ക്കറ്റ്. അത് അടിപൊളി ചിക്കൻ. ഇതാണ് ചിക്സ്. പുട്ട്. ആ ചിക്സ് ചിക്സ്. അയ്യോ എൻ്റെ അമ്മീ. ലൈക്ക് ദിസ് റൈറ്റ്. കുഴക്കണോ? ആ ചോറ ചോറ് കുഴച്ചടിക്കണം. ചീക്സ് ഇങ്ങനെ കഴിക്കാനാണ് പറഞ്ഞു. ഞങ്ങൾ ചീക്സ് ഇങ്ങനെ കഴിക്കുന്നു. അത് വല്ലാത്തൊരു കഴിപ്പായി പോയി എൻ്റെ അമ്മേ. എനിക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. ഓ ഇനിയാണ് ദ ബോസ്. അന്ന് മറ്റേ ഓർമ്മയില്ലേ, തൊടാതെ മുറിച്ചളഞ്ഞ മറ്റവൻ. അപ്പം വേറെ ലെവൽ. നമുക്ക് കുറേ നാളെ ചെയ്യണ പരിപാടിയാണല്ലോ. അതുപോലെ ബിസ്ക്കറ്റും ഉണ്ട്, വാഗ്യൂവും ബിസ്ക്കറ്റും, കാരമലൈസ്ഡ് അനിയൻസ്. ലെറ്റ്സ് സീ. ഓ കാരമലൈസ്ഡ് ഓറിയൻസ് ഉണ്ടല്ലേ, വിത്ത് പിക്കിൾസും ഉണ്ട്. നമ്മൾ 11 ഫുഡ് ഫെയറിൻ്റെ കഴിച്ചു പോയത് ഇതൊന്നും പിടിക്കില്ല. അതാണ് പ്രശ്നം. ഇപ്പം 11 ഫുഡ് ഫെയർ കഴിച്ചൊന്നും പിടിക്കൂല. അത് വെച്ച് കമ്പയർ ചെയ്യല്ലേ. കുറച്ച് കാബേജ്, കോൾസ്ലോ. ആൻഡ് ദിസ് ഇസ് ലൈക്ക് $37. ദിസ് വൺ 37 റൂംസ് ഉള്ളൂ. ഹബീബി കം ടു ദുബായ്. അത് തന്നെ എല്ലാവരോടും പറയാനുള്ളൂ. ഇവിടെ വന്ന് ഇവിടെ എത്തി. ഇവിടെ ഇല്ലാത്തൊന്നുമില്ല. ഇതൊക്കെ കഴിക്കണമെങ്കിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് അമേരിക്കയിലേക്ക് പോകണം. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. നോ ഓപ്ഷൻ. ബിസ്ക്കറ്റ് അടിപൊളി കേട്ടോ, അടിപൊളി. എങ്ങനെയുണ്ട് റസിനാനെ? സൂപ്പർ സേ ഊപ്പർ. എനിക്ക് ചിക്കൻ ഇഷ്ടപ്പെട്ട്. ഓ അടിപൊളി ചിക്കൻ. മസ്റ്റ് ട്രൈ. ബിസ്ക്കറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട്. ബർഗർ നല്ലതായിരുന്നു, പക്ഷെ ഭയങ്കര അല്ല ഇതും അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. അത് ഭയങ്കര സോസിയും ഭയങ്കര ഹെവി. ഇതൊക്കെ 2, 3, 4 പേരൊക്കെ ഉണ്ടെങ്കിൽ തീരും. പക്ഷെ സോസേജ് കിട്ടില്ല. എന്തൊരു ഫ്ലേവർ അത്, സൂപ്പർ ഫ്ലേവർ. കിടിലെന്ന് പറഞ്ഞാണല്ലേ പൂളി. എന്തായാലും നൊമാഡിയൻ മാടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ വരട്ടെ, എന്നിട്ട് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ബർഗർ തിന്നാൻ പോകുന്നതായിരിക്കും ഇല്ലേ. അങ്ങനെ ഫുഡ് അടിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ദാണ്ട് ഒരു പാവപ്പെട്ട കാളേര. അത് കാളയല്ലേ, കാളേര തലയെടുത്ത് അവിടെ വെച്ചേക്കുന്നത് കേട്ടോ. കൊള്ളാം കേട്ടോ, നല്ല ഒരു കിടിലൻ സ്ഥലം, നല്ല ആംബിയൻസോടെ. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് വന്ന് ഫുഡ് കഴിക്കുക ഇല്ലേ. ഒറ്റയ്ക്കൊക്കെ വന്നിരുന്ന അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. നിങ്ങൾക്ക് അതിനുള്ള നല്ല ബർഗർ ഒക്കെ, ജസ്റ്റ് ബർഗർ മതി. ഒരു സ്മോക്ക് ബ്രിസ്ക്കറ്റ് ബർഗേഴ്സ് and all. Where are you from? India? India? Which part? Kolkata. Oh, I love Kolkata. I have been to it. Amazing place. എടാ എൻ്റെ ഈ മുടിയിൽ ഞാൻ എങ്ങനെ ക്യാപ്പ് വെക്കും ദൈവമേ. എവിടെ? താങ്ക് യുടാ. തൊപ്പി വെച്ചിട്ടേ കയറുള്ളൂ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, തൊപ്പി വെച്ച് കിച്ചണിലോട്ട് കയറ്റത്തുള്ളൂ. ചാനൽ കാണുന്ന പെൺകുട്ടികളൊക്കെ അപ്പോൾ ഹാപ്പി ആവും. ഭയങ്കര ലുക്കുള്ളൊരു ചേട്ടനാണ് ഫ്രണ്ടിൽ നടന്നു പോണത്. മാനേജറാണ്. ഗേൾസ് ബി ഹാപ്പി. He says you look mashallah handsome. So I was saying in our language we do. Oh, How much kilo do you smoke per day?
ഒന്ന് രണ്ട് Good question, huh? ഇതൊക്കെ ഉണ്ടോ ഈ ടെമ്പറേച്ചറിലൊക്കെയാണ് സാധനം പോണത് You are in ഇത് trouble. പോയാൽ എല്ലാം കുളമാണ്. Smoking is probably about Ada. 400 kilos. Per day. Mashallah. Yeah, this wood is from Australia. ഓസ്ട്രേലിയ. The oven. See, take a look inside. Put the phone inside. Don't worry. ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇതിങ്ങനെ സ്മോക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. രണ്ട് സാധനമുണ്ട്. 12 hours, huh? This 12 is hours? smoked for 12 hours. 12 Be hours. ready for 12 hours. 12 And it's മണിക്കൂർ. Australian beef. Sure. Everything is Australian around you except me. ആ where you from? Marry Lebanese. You marry in Australia. Yeah. Problem solved. So you're the manager, right? the husband. Your name? Salmon. Samuel. S-A-M-E-R. Summer. Samuel. Yeah. Oh, Please nice. don't call me Samir. No. We have a lot of Samir. So we don't need another Samir. We'll call it Sama. Done. Like Yes, in Australia. Chef, where are you from? Australia? I'm South African. South South Africa. African. Oh, nice. The wood is called Jara. Jara. Yeah, that's a type of wood. It's used all over Australia for smoking. Oh. And these two big smokers, they're about 1,700 pounds each, and they can probably both hold about 300 kilos at a time, And can it? How many days can it go on? non-stop. It can go 24 hours. Wow. First you ഓ ഇവിടെയാണ് three, ഇതൊക്കെ- 4 methods ഓ ഇവിടെയാണ് ഇതൊക്കെ വെക്കണേ അല്ലേ? properly. Nice. ഏ? Yeah. ഓ First you This know. is നല്ല മണം. This is only beef cheeks. ഓ അതൊക്കെ ബീഫ് So ചീസ്. you do like 60, 70 beef cheeks alone in a day. 50, 60 50 beef. to The 70. small one with barbecue we had. Ah. Beef cheeks. 50 to 70 of those a day. Kilo. No, each. Each. Those go in pieces. But the other things, like the short ribs, we probably have like 250 kgs. The briskets, the Angus briskets, probably like 300 kilos before cooking. It's a lot. This is Australian Angus, right? All the meat's Australian. ഓസ്ട്രേലിയ. Australian Wagyu and Australian Angus. I actually learned all of this trade in Dubai. I used to be a fine dining chef before in Kempinski. ഓ Yeah, that was the last position that I had ഓക്കെ. in the Seychelles. Yeah. Wow. So then I taught myself this from the internet. Got hooked on it. Started trying to perfect it, doing sausages, doing all of that. Then I got the opportunity to work for a meat wholesaler who needed me to make sausages, make pies, make smoked meat. He grew up, he's from Abu Dhabi, born in Abu Dhabi, but raised in Jacksonville in the US. So he was very passionate about smoked meat, asked if I could do it, I said yeah, and that was the start of my career. Good. Thank you, chef. Thank you. താങ്ക് യു ഷെഫ്. We're waiting for Your name? more dishes. ഇത് പുള്ളിയുടെ പേരെന്താ? What's your name? Donovan. Donovan. Yeah. ജോണതൻ. നൈസ് Thank you, മീറ്റിംഗ്. chef. Don. ഡോൺ. You say? Simpler. मैं हूँ Don. Say? Mehu Don. എടാ പുള്ളി പറഞ്ഞതൊക്കെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണേ. അത് തന്നെ പുള്ളി വന്നതും പുള്ളി ഇവിടെ എക്സിക്യൂട്ടീവ് ഷെഫ് ആയിരുന്നു. എനിക്ക് മനസ്സിലായതൊക്കെയാണ്. ആഫ്രിക്കൻ ആണല്ലോ. സൗത്ത് ആഫ്രിക്കൻ. പുള്ളിയുടെ പേര് ഡോൺ. പുള്ളി പുള്ളിയുടെ പേര് ഷെഫ് ഡോൺ. ആയിരുന്നു. സീസല്ല. പുള്ളി എക്സിക്യൂട്ടീവ് ഷെഫ് കെമ്പൻസ്കിയിൽ. ആ, കെമ്പൻസ്കി ഇവിടെ മറ്റേ നമ്മളെ ദുബായ് മോളിൽ ഇപ്പോഴത്തെ കെമ്പൻസ്കി ഇല്ലേ, ആ, ആ, ആ. അവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫ് ആയിരുന്നു. ഓക്കെ ഓക്കെ. അതിനുശേഷം പുള്ളിക്ക് പുള്ളിയുടെ വേറൊരു ഷെഫ് ഉണ്ട്. പുള്ളി ഇവിടെയാണ്, ദുബൈയിലാണ് ബോൺ ആൻഡ് ബോൺ, പക്ഷേ ഹീസ് എ ഡെലേഴ്സ് ഗൈ, ടെക്സസ് ഡെലേഴ്സ് ഗൈ. പുള്ളിക്ക് സ്മോക്കിംഗ് അറിയാം. എടാ നീ ഷോർട്ട് എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടിയല്ലടാ. അല്ല മുറിക്കണണ്ടാ. ഇങ്ങനെയാണ് ബിസ്ക്കറ്റ്സ് മുറിക്കുന്നത്. വെച്ചരാന്ന് പറഞ്ഞതാണ്. എന്നാ മക്കളെ നിങ്ങൾ വീഡിയോ എടുത്തത്. ഹെൽത്തിയാണ് ഇതൊക്കെ അല്ലേ? ഹെൽത്തി അല്ലേ? വെരി ഗുഡ് എസ്പെഷ്യലി പ്രോട്ടീൻ, സിങ്ക്. താങ്ക് യു ബ്രോ, യു ആർ ഓസം. പുള്ളിക്ക് അറിയാം, പുള്ളി എത്ര വ്ളോഗേഴ്സിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ പുള്ളി അതാണ് എക്സിക്യൂട്ടീവ് ഷെഫ് ആയിരുന്നു. അങ്ങനെ പുള്ളിക്ക് സ്മോക്കിംഗ് ഒരു സാധനം അറിയില്ലായിരുന്നു. അത് പുള്ളിയുടെ ആ ഷെഫ് ഫ്രണ്ട് Internet വെച്ചിട്ടാണ് പഠിച്ച്
ഇന്റർനെറ്റ് നോക്കി പഠിക്കാൻ തുടങ്ങി. ഇപ്പം 5 വർഷമായിട്ട് പുള്ളിയുടെ പണി ഇത് തന്നെയാണ്. സ്മോക്കിംഗ്. അത് മാത്രമല്ല, പുള്ളി അന്ന് ചെയ്ത സ്മോക്കിംഗ് എക്യുപ്മെന്റ്സ് ഇങ്ങനെയല്ല. ഇപ്പൊ എക്യുപ്മെന്റ്സ് മാറി കുറച്ചുകൂടി പുള്ളി ഒന്ന് സെറ്റ് ആവാൻ കുറച്ച് സമയം എടുത്തു. ഒരു മാസം എന്തോ സെറ്റ് ചെയ്യാൻ എടുത്തു. പക്ഷെ പുള്ളി നമ്മുടെ ഓണർ പുള്ളിയാണ് ഖാസിം. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടില്ലേ? വീഡിയോ എടുത്തില്ല. അപ്പൊ പുള്ളി ഈസ് ഓസ്ട്രേലിയൻ ബട്ട് ഫ്രം ലെബനോൺ. അല്ല, അത് മറ്റേത് എല്ലാ ദിവസവും ഡെന്റൽ പ്രൊമോഷൻ നമുക്ക് പിടിക്കാം. എല്ലാ ദിവസവും ഇവിടെ നിന്ന് മറ്റേ ഇത് അടിക്കും, മറ്റേ ബ്രിസ്ക്കറ്റും അടിച്ച് നേരെ ജിമ്മ്, വേറെ പ്രോട്ടീനിന് വേറെ എവിടെയെങ്കിലും പോകണോ. അപ്പോൾ അങ്ങനെ ഇയാള് ഭയങ്കര സപ്പോർട്ടീവാണ്. ആരും ഷെഫ് മാത്രമല്ല, ഏത് ഇവിടെ ജോലി ചെയ്യുന്ന ആളും എന്തെങ്കിലും ഒരു പുതിയൊരു ഐഡിയ കൊണ്ട് വന്നാൽ പുള്ളി ഓപ്പണാണ്. ആ പുള്ളി പറഞ്ഞു ഭയങ്കര സപ്പോർട്ടീവാണ്. ഇവർക്ക് ഇവിടുത്തെ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലെങ്കിലും അത് പെട്ടെന്ന് പുള്ളി കൊണ്ടുവരികയും ചെയ്യും. അതേപോലെ എല്ലാ സ്റ്റാഫും ഞാൻ എക്സിക്യൂട്ടീവ് ഷെഫ് ആയതുകൊണ്ട് ഞാൻ വലുതൊന്നുമില്ല. എല്ലാവരും എന്തെങ്കിലും പുതിയ കണ്ടുപിടിച്ച് പുള്ളി കാണിച്ചു കൊടുത്താൽ പുള്ളി അതിന് റെഡിയാണ്. എനിക്ക് പറയാനുള്ളത്, മലയാളത്തിൽ നല്ല ഫുഡ് വരിക, കൂട്ടത്തോടെ വരിക, ഒറ്റയ്ക്ക് വരരുത്. ഒരു 5-6 പേരുമായിട്ടൊക്കെ വന്ന് അതുപോലെ നമ്മൾ ഓർഡർ ചെയ്ത പോലത്തെ ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്ത് അടിച്ച് വയറിറങ്ങി കിറങ്ങി പോവുക. അല്ലോ വന്നിട്ടേ വന്ന ഉടനെ 100 ദിർഹത്തിന്റെ കൂതറ കണക്കൊക്കെ പറയണം. കേട്ടാ, കണക്ക് പറയണ്ട. വന്നിട്ട് കണ്ടാ ഒന്നുമില്ല. ഒന്നും കഴിക്കാതെ തലവധി വിജയോ ഇതെല്ലാം റോയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് നമ്മൾ എന്തൊക്കെ ക്ലിക്ക് ചെയ്യുന്നു ഒക്കെ റോ എല്ലാം വരും. നൊമാഡി നല്ല കുക്കിംഗ് ആണ്. പൊറോട്ട ഉണ്ടാക്കും, പൊറോട്ട സാൾട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് കണ്ടന്റ് ഇല്ലടാ. എങ്ങനെയുണ്ടടാ ഫോൺ? മീൻ കുറച്ച് നാളെ ആയുള്ളൂ, എന്നാലും റെഡൊക്കെ എടുത്തോ? റെഡ് ആയിട്ട് ഇട്ടോ? എനിക്ക് നാളെ നെല്ലറൊക്കെ എനിക്ക് ചെയ്യാൻ മുഴുത്തിരിക്കുമോ ഞാനവിടെ നെല്ലറൊക്കെ ചെയ്യാൻ. മേളി കയറണോ? അമ്മര് വെട്ടും കേട്ടാ. കാളത്തലയൻ നൊമാഡിയൻ. ഓ എന്റെ ഫോൺ വെച്ചാണ്. പോസ്റ്റ് ചെയ്യടാ. കൊള്ളാടാ. ഈ സ്റ്റാർട്ടർ എന്ന ബ്രാൻഡ് ഏതിന്റെ അറിയോ? മറ്റേ വ്യൂ അല്ലേ? വേണ്ട കാര്യം പറ്റും വേണ്ട. അപ്പൊ നമ്മള് മറ്റേത് BKRY പോയി 19th റാങ്കിങ് ഉള്ള ബർഗർ. യെസ്, അതാണ്. എടാ എനിക്ക് മൈക്ക് തരണടാ. എനിക്ക് എന്റെ മൈക്ക് മൈക്ക് വേണം നിനക്ക്. ഉണ്ടോ? കണ്ടന്റ് എടുക്കണം. കഴിക്കണം. മൂടുപോയി ചന്തിയെ കടിച്ച് തിന്നാന്നിരിക്കും. ബീഫിനെ കടിച്ച ഫീല് കിട്ടും. നിങ്ങൾ ഇന്നത്തെ ഏത് ഭാഗത്ത് കഴിച്ചത്? ഇതിന്റെ നമ്മള് ഇവിടെ ഇത് പുട്ട് ഈ ഭാഗം പുട്ട് കഴിച്ച് ഇതെവിടെയാണ്? ഈ ബ്രിസ്ക്കറ്റ് എവിടെയാണ്? ഇവിടെ എന്തൊക്കെ പറയുന്നത്? പുതിയ ഷൂ ലിമിറ്റഡ് എഡിഷൻ നരുത്തോ. പൊക്ക് ലിമിറ്റഡ് എഡിഷൻ നരുത്തോ. എന്റെ കൂടിയ ഷൂ. നിന്റെ കൂടിയ ഇത് നരുത്തോയാ. ഇത് ലിമിറ്റഡ് എഡിഷൻ അല്ല. അതൊക്കെ എപ്പോ വേണേലും വാങ്ങിക്കാം. കുന്നംകുളം. ദർഹംസിന്റെ കേസ് ഒന്നുമല്ല. ഇത് മറിച്ച് വിറ്റ് ഒരുപാട് കാശ് കിട്ടും. ഇറ്റ്സ് അബൌട്ട് ദ ലിമിറ്റഡ് നമ്പർ. ഞാൻ ഇത് ഇടാതെ സൂക്ഷിച്ചോണ്ട് ഇറക്കിയായിരുന്നു. പക്ഷെ നമ്മള് ജെറ്റൂർ കയറി മടുത്ത് വേറെ വണ്ടി പഠിക്കാൻ പറ. നീ വാങ്ങിയില്ലടാ, കൊറേ ഉണ്ടാക്കണുണ്ടല്ലേ. എവിടെ? ഞാൻ അറിയണുണ്ട്. വൻ വർഷത്തിന് ഇയർലി ബ്രാൻഡ് ഡീൽസ് ഒക്കെ കിട്ടിയെന്ന്. അല്ല, അത് എനിക്കത് സൈൻ ചെയ്തില്ല. സൈൻ ചെയ്യില്ലേ? അതൊരു ട്രാപ്പാ. ഒളിച്ചിരുന്ന് സോസേജ്. അയ്യേ, കെട്ടവൻ. സൂപ്പർ സാധനം. ഇതാണ് മോനെ സാധനം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സോസ് കഴിക്കുന്നത്. നൈസ് അല്ലേടാ? ഹലപ്പീനോ ഇട്ടിട്ടുണ്ട്. ഹലപ്പീനോ ചീസ്. നൈസ് ടേസ്റ്റ്.
അങ്ങനെ നമ്മുടെ നൊമാഡിയനും സോസേജ് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബിസ്ക്കറ്റാ പാവം ഒന്നും കഴിച്ചില്ല കേട്ടോ. രാവിലെ തൊട്ട് എന്തോ പട്ടിണിയായിരുന്നു. ജിമ്മിലൊക്കെ പോയിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. ജിമ്മ് പോകുന്നില്ല, അപ്പോൾ ഒരാഴ്ച കൊണ്ട് പോകുന്നില്ല. പോണില്ലേ? സുണ്ണാണിയുടെ മേളിൽ വേദന. നമ്മൾ BKRYയിലോട്ട് പോണു ഗൈസ്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. എൻ്റെ ഒരു ഫോട്ടോ എടുത്തു. എൻ്റെ ഒരു ഫോട്ടോ ഇട്. ചടപട പോസ്റ്റ് ബൈ എങ്ങനെ പോസ്റ്റ് ചെയ്യാന്ന് പഠിപ്പിച്ചു കൊടുക്കും മിസ്റ്റർ നൊമാഡിയൻ? പറയൂലേ? പോസ്റ്റ് ചെയ്യണ പറഞ്ഞു വിടറാ. അയ്യ ഭയങ്കരം തന്നെ. ഒരു ചേച്ചി നടന്നു പോയപ്പോ പോസ്റ്റ് ഇട്ടതാ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട്. ഓ എനിക്ക് വയ്യ. നിങ്ങൾ പോസ്റ്റ് കൊടുക്കണില്ലേ? അത് എത്ര സങ്കടമൊന്നുമില്ല. അത്യാവശ്യം നല്ലപോലെയൊക്കെ പോസ്റ്റ് ചെയ്യാനുണ്ട് പയ്യെ. അന്ന് എന്തോ ഭാഗ്യത്തിന് നല്ല ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് വന്നു. നല്ല ഷൂസ്, അത് തന്നെ അറിയാമല്ലോ. നൊമാഡിയൻ ദ ഫോട്ടോഗ്രാഫർ. ആ അടിപൊളി അടിപൊളി അടിപൊളി. ജില്ലി. ഓ ഫോട്ടോഷൂട്ട് മാമാങ്കം നടക്കുന്നു. നല്ല എൻ്റെ ഫേവററ്റ് കാറ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാറാണ് GTR, ഗോൾഫ് GTR. ഗൈസ് നിങ്ങളാരും നൊമാഡിയനെ പോലെ ആവരുത്. കണ്ടവൻ്റെ വണ്ടിയിലൊക്കെ ചാഞ്ഞ് നിന്ന് അവസാനം അടിച്ചു കഴിഞ്ഞാൽ പണിയാണ്. അവനെന്തോ വയ്യ. അവൻ റോഡ്സ് ഗൈസ് നല്ലൊരു ഏരിയയാണ് ഗൈസ് ഇത്. എടാ ഇതിന്റെ പേരെന്തിനാ? ലക്ഷറി. അത് കട്ടി. എന്റെ എല്ലാം ഞാൻ കട്ടി. നീ പറയുന്നതൊക്കെ ഇതിൽ വരും. അങ്ങനെ അതാണ് അങ്ങനെ. എന്താണ് നിങ്ങളുടെ കമ്പനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കോപ്പിറൈറ്റ് ഒക്കെ? അതെ, നമ്മുടെ കമ്പനിക്ക് കോപ്പിറൈറ്റ് ഇല്ല. നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും അത് അതുപോലെ വരും. എന്നാ ഞാൻ കാര്യം പറയട്ടെ, ഇതും കേട്ടോ, ഇത് ഞാൻ ഇൻക്ലൂഡഡ് ആണ് അതിൽ. ചീത്ത വിളി, വെറും ചീത്തയോടെ ചീത്ത. വെറുതെ അശ്ലീലം പറയുക എന്നുള്ളൊരു ഒറ്റ ഇതിലാണ് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട് കേട്ടോ, നമ്മുടെ DNA അറിയാൻ പറ്റും. ഒരുപാട് ഗുണം. നല്ല സ്ഥലം കണ്ടില്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഇവിടെയാണ് നമ്മുടെ BKNY എന്ന് പറഞ്ഞ ബേക്കറി ഉള്ളത്. ഞാൻ അവളെ ഒഴുകുന്നു ഞാൻ. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ വന്ന് നമ്മൾ ക്രോസോ കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ക്രോസോ. സോ ലെറ്റ്സ് ഗോ ഹാവ് സം ക്രോസോ. ഗൈസ് നമ്മൾ പിന്നെയും BKNY. അയ്യോ അവന്റെ കയ്യിലാണ് മൈക്കിരിക്കണത്. നമ്മൾ BKRYയിൽ വന്നിരിക്കുകയാണ്. മൈക്ക് കൊണ്ട് മൂത്രം ഒഴിക്കാൻ പോയല്ലേ? വന്നിവിടെ ഇരി, നിന്റെ മൂത്രമൊക്കെ വന്നിട്ടുണ്ടോ? ആര് പറഞ്ഞു? ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെറുത് സൗണ്ട് ആയിരുന്നു. പിന്നെ നമ്മൾ BKRYയിൽ വന്ന് എന്തിനാണ്ടാ? BKRYയിൽ ചാള മേടിക്കാം. ചാള മേടിക്കാവുന്ന 2 കിലോ പറയടാ പട്ടി. 2 കിലോ നിങ്ങൾ പറ. എനിക്ക് നീ എന്തുണ്ടാവുന്ന BKRYയിൽ? നീ ഒന്നും വന്നില്ല? ഫസ്റ്റ് ടൈം? ആദ്യത്തെ പ്രാവശ്യം ഇതിന്റെ ഗൈസ് ഇവിടെ ഒന്നുമില്ല. ഇവിടെ നമ്മൾ വന്ന് ക്രോസോ കഴിക്കുന്നു, കാപ്പി കുടിക്കുന്ന, വീട്ടിൽ പോകുന്നു. അല്ല, ബർഗർ കഴിക്കാൻ പോകുന്നു. ഫോട്ടോ എക്സൈറ്റഡ്? നോട്ട് എക്സൈറ്റഡ്. ഫോട്ടോ ആണ് ഇപ്പൊ എക്സൈറ്റഡ്. അവൻ ആൻഡ്രോയിഡ് ഫോൺ മേടിച്ചാൽ അവന് ഷടപടയുന്ന ഫോട്ടോ അയച്ചു കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ഐഫോൺ ഉള്ളതുകൊണ്ട് അതൊന്നും അവന് പതുക്കെ ഫോട്ടോ കിട്ടും. നിങ്ങൾ നേരത്തെ പടപടം ഫോട്ടോ തരുമായിരുന്നല്ലോ. ഏത് നേരത്തെ എടുക്കുമ്പോഴേ ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ് നിങ്ങൾ എനിക്ക് വാട്സാപ്പിലേക്ക് അയച്ചു തരുമായിരുന്നു. അതിൽ വാട്സാപ്പ് ഉണ്ടായിരുന്നില്ല? വാട്സാപ്പ് ഇല്ല. ഞാൻ ഇത് എനിക്ക് ഇന്നലെ കിട്ടിയുള്ളൂ. ഓ അതുകൊണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഫൈൻ. ബട്ട് ഫോട്ടോസ് ആർ വെരി നൈസ്, ബ്യൂട്ടിഫുൾ ഫോട്ടോസ് വി ഹാവ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, കണ്ടംപററി. ഇത് നല്ല രസമുണ്ട്. സൂപ്പർ ഫോൺ. ദുബായിലുണ്ട് കേട്ടോ അത് മേടിക്കാൻ. ഇവിടെ ഉണ്ട്, ദുബായിലും നാട്ടിലൊക്കെ ഉണ്ട്. ഇവിടെ 4000 എത്രയോ ദർഹമാണ് ഈ ഫോൺ മേടിക്കാനായിട്ട്. കിഡിലെ ഫോൺ, നിങ്ങൾക്ക് ഫോട്ടോ. പിന്നെ ഇത് മേടിച്ചുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ ഇതിൻ്റെ വാറണ്ടി കിട്ടും. ഇന്ത്യയിൽ ആകെ അങ്ങനെ തരണ കമ്പനി വിവോയും ഓപ്പോയും ആണ്. നിങ്ങൾ ഇവിടുന്ന് ഓപ്പോയുടെ ഫോൺ മേടിച്ചാൽ നിങ്ങൾ ഇന്ത്യയിലും വാറണ്ടി കിട്ടും. വന്ന് മക്കളെ വന്ന് നമ്മുടെ സാധനം വന്നിരിക്കുകയാണ്. ആൽമണ്ട് ക്രോസോ, സാദാ ക്രോസോ, ചോക്ലേറ്റ് ക്രോസോ, കാപ്പി, കരിപ്പട്ടി കാപ്പി. ഓ വാങ്ങിയിരിക്കണണ്ട, നീ കഴിച്ചിട്ടില്ലല്ലേ? സൂപ്പർ ടേസ്റ്റ് ആണ്, അടിപൊളിയാണ്. ഇത് തന്നെ കഴിച്ചോ ഈ സാദാ ക്രോസോ? വാവ് തന്നെ, വാവ്. തട്ടയാണല്ലോ എന്തൊരു വെച്ചോ കനത്തില്. ചോക്ലേറ്റ് ബ്രിയോഷാ, പുതിയ സാധനം. ബ്രിയോഷ് ബൺ, ചോക്ലേറ്റ് ഇൻസൈഡ്. ഓ ഡാർക്ക് ചോക്ലേറ്റ്, മിഡ് ചോക്ലേറ്റ്. പ്രമാദം.
മുറിച്ചാടാ. ഇത് സൂപ്പർ ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടത് ബിക്കോസ് ഐ എം എ ഫാൻ ഓഫ് ആൽമണ്ട് ക്രോസോൺ. അത് സ്ട്രോബെറി മാച്ചാ കൈ. ഇത് കഴിച്ചാ നീ പ്ലെയിൻ? പൊട്ടിക്കാണ്. ദാ പൊട്ടിച്ച്. തട്ട് തട്ട്. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? എനിക്കണ്ട നീ വെച്ചോ. ഇല്ല ബ്രോ, ഒരുപാട് ഷുവറായി. അന്ന് എനിക്കറിഞ്ഞോ ഞാൻ എനിക്കിത് കഴിക്കാണ്ട്. സ്നേഹത്തോടെ ക്രോസുണ്ട് ക്രോസോ. ബ്രോ ഇത് ഇന്ന് നിങ്ങൾക്ക് നല്ല ആരോഗ്യ സൗഖ്യവും വരും. സ്നേഹത്തോടെ വരുന്നേ. ഇത് ആര് തിന്നാലും അവർക്ക് ആരോഗ്യ സൗഖ്യവും വരും. ആരോഗ്യവും സ്നൗക്മിയോ എന്ന് പറഞ്ഞ എന്താ സ്നൗക്മിയോ? സ്നൗക്മിയോ എന്താ? സൗഖ്യം. ആ സൗഖ്യം. മാച്ച മാച്ച. മീന പച്ചമീൻ ചോദിക്കണം. സ്ട്രോബെറി അതിനകത്ത് വന്നത് കൊണ്ട് ഞാനീ പരിപാടിക്കില്ലേ എന്തൊന്നും പറയാത്ത ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതൊക്കെ എങ്ങനെയാണ് മാച്ചേ ഇതൊക്കെ എങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നത്? ഇത് പണ്ടില്ലേ ചെറുപ്പത്തിൽ ഓട്സ് ഒക്കെ കലക്കിയിട്ട് വരുമല്ലോ അതേപോലത്തെ അവസ്ഥയാണ്. ഓട്സ് ഇഷ്ടമല്ലേ നിങ്ങൾക്ക്? ഓട്സ് കലക്കിയിട്ട് വരുമല്ലോ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ശാസ്താമ്പ്ര പലതും കാണിക്കും. ഇതൊന്നും മേടിച്ച് കുടിക്കാൻ നിൽക്കരുത്. സാധനം കൊള്ളാടാ പോടാ. എനിക്ക് എന്നെ ടേസ്റ്റ് പറ്റില്ല. മോശമൊന്നുമല്ല, അത്യാവശ്യം കൊള്ളാം. മോശമാണ്. ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം പോസ്റ്റ് ചെയ്തില്ല. ഇങ്ങനെ ഒരു പുതിയ ഫോൺ എടുത്ത് 17 Pro ആദ്യമായിട്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ. അല്ലെങ്കിൽ എന്താ പോസ്റ്റ് ചെയ്ത് പറ. നിങ്ങൾ കക്കൂസിൽ പോകുന്നത് ഇരിക്കുന്നതും പെടുക്കുന്നവരെ നിങ്ങൾ പോസ്റ്റ് ചെയ്തതാണ്. ഇല്ല ഇങ്ങനെ എല്ലാം പോസ്റ്റ് ചെയ്യും. ഇങ്ങനെ എല്ലാം സ്റ്റോറി ഇടും. അങ്ങനെ ഇടാറില്ല, അങ്ങനെ ഇടാറില്ല. സൊറവറ ഞങ്ങള് സൊറവറ സൈൻ ചെയ്തപ്പോ തന്നെ ഞങ്ങൾ ഇട്ടില്ല. സൊറവറല്ല, നിങ്ങൾ ഓരോ പുതിയ സാധനങ്ങൾ മേടിക്കുന്നത് ഇട്ടിട്ടില്ല. ഇവിടെ കാറ് മേടിക്കുന്നത് അല്ലാതെ ഇട്ടല്ലോ. പിന്നെ ഷൂ മേടിക്കുന്നത്, ഷൂസിന്റെ എല്ലാം ഇടാറില്ലേ? എനിക്ക് തോന്നണേണ്. അല്ലല്ല, ഇങ്ങനെ ഒരുപാട് ഷൂ ഉള്ളതും എല്ലാം റാണി എടുത്തിട്ടാണ് ഞാൻ അവിടെ ഇട്ടത്. ഞാൻ ഒന്നുകൂടെ നീ റാണിയരല്ലേ കൺഫ്യൂസ്ഡ് ആവേ. റാണി എടുത്തിട്ട് സുബിൻ ചെയ്യാറില്ല. ഷൂസ് ഈ സുബിന്റെ അടുത്തിട്ട് നോക്ക് ഷൂസ് ഞാൻ എന്താ ഇടുന്നത്? ഇങ്ങനെ പേഴ്സിന് എന്തോ ഇട്ടല്ലോ. ചമ്മി ചമ്മി പോട്ടെ തടവി ഇരുന്നോ. അവൾ അത് ഇട്ടുകൊണ്ട് ഞാൻ അവൾക്ക് അവള് പേഴ്സാണ്. രാവിലെയും രാത്രിയിലും ഒരുപോലെ പണിയെടുക്കുന്ന കൂലിപ്പണി രാജൻ, കൂലിപ്പണി രാജൻ. ഏതുവിധ പോസുകൾക്കും കൂലിപ്പണി രാജൻ. കുറച്ച് ഇതുണ്ട്. ഇത് മോഷൻ ബ്ലറുണ്ട്, മോശനുണ്ട്, ഇതുണ്ട്. ഇവൻ ഈ ഗുണം പറഞ്ഞുകൊണ്ടാണ് സമയം എടുക്കുമല്ലോ. 24 മണിക്കൂറും ഇൻസ്റ്റയ്ക്ക് വേണ്ടി പോസ്റ്റ് നടക്കുന്ന കൂലിപ്പണി രാജൻ, കൂലിപ്പണി രാജൻ. ഗൈസ് നമ്മളങ്ങനെ വുഡ് ഫയർ എത്തിയിരിക്കുകയാണ്. ഇതാണ് രാത്രി വുഡ് ഫയർ കേട്ടോ. ഇവിടെ വാലെ പാർക്കിംഗ് ഉണ്ട് വുഡ് ഫയർ. ഇതണ്ട മിഷലിൻ സ്റ്റാർ കണ്ട 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 കണ്ട. അതുകൊണ്ട് ഇതാണ് മെനുവിലുള്ള സാധനങ്ങളൊക്കെ ഇതാണ്. ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കോളൂ നിങ്ങൾ. ഇതാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഫിഷ് ഇതാ. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു വെജിറ്റബിൾ സെഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ തണുത്ത സാധനങ്ങൾ ഇത്, ചൂട് സാധനങ്ങൾ ഇത്, അങ്ങനെയൊക്കെ. ഓക്കെ ഗൈസ്, ബർഗർ ബേക്കൺ ആൻഡ് ജാം. വേൾഡിലെ ബെസ്റ്റ് ബർഗർ ഇൻ UAE. UAE മാത്രമേ ഉള്ളൂ ഒറ്റ ബർഗർ വേൾഡ് ലിസ്റ്റിൽ വന്നത്. വേൾഡ് ലിസ്റ്റിൽ വന്ന ബർഗറിൽ നമ്മൾ കഴിച്ചാണ് ഗൈസ്. പക്ഷെ നമ്മൾ ഇത് വെറൈറ്റി ആണ് കേട്ടോ. ഇതൊരിത്തിരി മധുരവും എരിയൊക്കെ ഉണ്ട്. 2025 വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ബർഗർ ലിസ്റ്റിൽ വന്ന UAEയുടെ അത് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, അത് മനസ്സിലാവും. കഴിക്കുവാണ്.
So there is the Last. brand, guys. ഇത് വാഗ്യൂ A9+ ഗ്രേഡ് ആണ്. Oh, ആഹാ റിയാക്ഷൻ ടൈം മോന്തൽ ആരെങ്കിലും എടുത്തോട്രാ മൊത്തം എടുത്ത് വായിലിട്ടാ ഇനി നിന്റെ വായം തുറക്കോ ഈ ക്യാമറ അതിന്റെ അകത്തിടാൻ. മൊത്തം എടുത്ത് വായിലിട്ടാടേ. how's your burger? Myself? Amazing. Is it the best burger in the world? Best burger in Dubai. In Dubai. UAE. Yeah, now we're gonna Now try. we are gonna try. Now we're gonna try. We just added to our. ഓ എൻ്റെ പൊന്ന് സുബിനെ, സാധനം തറവാടിയാണ്. On which one? Yeah, This year. yeah. Last week we did. Last week only. Okay. ഓ മൈ ഗോഡ്. ഇതാണ് ഇതാണ്. My God. ഓ ഫോട്ടോ എടുക്കാം. കടിക്കുന്ന ഫോട്ടോ എടുക്കാം. എൻ്റെ അമ്മേ. ഇത് കിലോ ഒരു 350 ഗ്രാംസിന്റെ ബീഫ്. ഇവിടെ ബന്നാണ്. പഞ്ഞിക്കട്ട ഇപ്പൊ പഞ്ഞിക്കട്ട്. ഒരു ടേസ്റ്റടാ. ഫാറ്റ് യൂസ് ചെയ്യുന്ന ഫാറ്റ് ബാഗ്യോടാ ഗ്രേഡ് 9 സൂപ്പർ. ലൈഫിൽ ആദ്യമായിട്ടോ ഇങ്ങനെ. ഇത് നിങ്ങളൊന്നും മസ്റ്റ് വെച്ച് കഴിക്കണം കേട്ടോ. അത് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു തരി പോലും കട്ടിയുള്ളില്ല. നോർമലൊക്കെ എവിടെയൊക്കെ നമുക്ക് എവിടെ പാറ്റ് സാധനം കിട്ടും, അതിനൊക്കെ പോയി. ഇതുപോലെ മറ്റേ സാധനം കഴിച്ചു കേട്ടോ. ബൈസൺ സൂപ്പറാ ഗൈസ്. ഇതാണ് വലിയ വില കൊടുത്ത കോഴിക്കറി. ഒരു പൊറോട്ട തരുമോ? പൊറോട്ടയില്ല, ഒന്നുമില്ല. കോഴിക്കറി സിറാച്ചാര നല്ല ഫ്ലേവർ അടിക്കണുണ്ട് കേട്ടോ. മിക്സ്ഡ് ഫീലിംഗ് ആണ്. കുഴപ്പമില്ല. സംഭവം സ്മോക്ഡ്, ഭയങ്കര സ്മോക്ഡ് ഫ്ലേവറാ. ഇതിന് എത്രയാണെന്നറിയോ? ഓ അറിയാം. 150. 175. ഇല്ലേ, നല്ല സ്മോക്ഡ് ഫ്ലേവർ. അതൊരു ചോദ്യമാണ് കേട്ടോ. അതൊരു വല്ലാത്ത ചോദ്യമാണ്. 60 റംസ് ഉണ്ട്. ബാക്കി ബിസിനസ് സെറ്റപ്പിനോട് ഫോട്ടോ. എത്ര റംസ് കൊടുക്കാം? ഒരു പ്ലേറ്റിനോ? 30 റംസ് കൊടുക്കാം. 30 ഞാൻ 60. 30 ഉള്ളൂ. എന്നോടുള്ളൂ. ബാക്കി 135. സംഭവം കുഴപ്പമില്ലെന്നേ ഉള്ളൂ ഗൈസ്. ഭയങ്കര സംഭവമല്ല. ലൈറ്റിന്റെ ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു ക്ലോക്ക് ആക്കി കൂടെ. അത് ശരിയാണല്ലടാ. എടാ രാത്രിയായ ഈ ക്ലോക്കിൽ എങ്ങനെയാടാ സമയം നോക്കണേ? എനിക്കും അറിഞ്ഞൂടാ സുബിനെ. രാത്രിയായ ഈ ക്ലോക്കിൽ എങ്ങനെ സമയം നോക്കും? നൊമാഡിനെ അറിയായിരിക്കും. ആ ഡേ നൊമാഡിയാ. ഇതുണ്ടോ ക്ലോക്ക്? നിഴൽ വെച്ച് കണ്ടുപിടിക്കുന്ന ക്ലോക്ക്. ഓ ബെസ്റ്റ്. അപ്പൊ ചോദ്യത്തിൽ സമയം കണ്ടുപിടിച്ചേ. ആ അതിന് ശേഷം അപ്പൊ രാത്രി പിന്നെ ആരും നോക്കൂല അല്ലേ? രാത്രി കഴിഞ്ഞാൽ എല്ലാവരും ഉറങ്ങും. ഓ അപ്പൊ സൂര്യൻ വെച്ച് ഇത് വർക്ക് ചെയ്യുള്ളൂ.
അവിടെ രാവിലെ 6 മണി 7 മണി ഉച്ചക്ക് 1 മണിക്ക് എന്താ പറയാ ഉച്ചക്ക് 1 മണി 2 മണി വരെ ഇതുണ്ടോ വൈകിട്ട് രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ കാണാൻ പറ്റും അത് ഇതിന്റെ ഇത് വെച്ചിട്ട് രാത്രി ഒന്നുമില്ല രാത്രി കാണാൻ പറ്റത്തില്ല രാത്രി സമയം എങ്ങനെ അറിയും രാത്രി സമയം അറിയണ്ട രാത്രി സമയം അറിയണമെങ്കിൽ വേണ്ട വ്ലോഗായി പോയി അപ്പൊ ടാറ്റ നമുക്ക് പോവാം മറ്റേ കാര്യം പറഞ്ഞില്ല ഏത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരുന്ന് കഴിക്കണം നിന്ന് കഴിക്കാൻ ആ പാടില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നിക്കരുത് എല്ലാരും ഇരുന്ന് വേണം കഴിക്കേണ്ട വേറെ കാര്യമുണ്ട് എല്ലാം കൂടെ 378 ദിർഹംസ് നാട്ടിലെ 10000 രൂപ 10000 രൂപ കൊടുത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം ഇരുന്ന് കഴിക്കണം നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ പൊന്നു നീ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി നിന്ന് കഴിക്കൂ ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് നിന്നേനാടാ ഒരു സെക്കൻഡാണ് നിന്നത് ഫുൾ ടൈം അവിടെ അറ്റൻഷൻ അടിച്ച് നിന്നിട്ട് കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോ ആരും ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞിട്ട് ഗൈസ് പറയുമ്പോൾ നമ്മുടെ നൊമാഡിന് ചെറിയൊരു അപ്പൻഡിക്സ് വേന വന്നിട്ടിരിക്കുകയാണ് ആണ് നമ്മൾ പോവുകയാണ് ഗൈസ് വി ആർ ഗോയിങ് സോ ഇത് എല്ലാവരും ടാറ്റ പറ നല്ല ഗൈനോ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കും നല്ല ഡോക്ടർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ കാരണം ഇവിടെ ഒരു വേദന ലെഫ്റ്റ് സൈഡിന്റെ ഇവിടെ ഒരു അപ്പൻഡിക്സ് ആവാനാണ് ചാൻസ് നല്ല ഗൈനോ ചോദിക്കാനാ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ കൊളാബ് അപ്പൻഡിക്സിന്റെ തന്നെ കൊളാബ് വേണോ അറിയത്തില്ല ഇവിടെ ഒരു പെയിൻ അത് അപ്പൻഡിക്സ് ആണ് ഇങ്ങനെ കാക്കാൻ പെയിൻ നടക്കുമ്പോഴൊന്നുമില്ല ബെഡിൽ യൂട്യൂബ് കൊളാബ് അപ്പൻഡിക്സ് സർജറി ബെഡിൽ ഇരിക്കുമ്പോഴൊക്കെ ഒരു പെയിൻ വേറെ കളിക്കുമ്പോഴൊന്നും പെയിൻ ഇല്ല ക്രിക്കറ്റ് കളിക്കുമ്പോഴൊന്നും വേറെ കളിയല്ല ക്രിക്കറ്റ് കളിക്കുമ്പോഴൊന്നും അപ്പൊ എന്തായാലും ബൈ ബൈ ടാറ്റ വ്ളോഗിന് ടാറ്റ ബൈ ഗൈസ് ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ എന്ന് പറഞ്ഞ് നമ്മളെ അൽഷിസാമിനോട് അവസാനിപ്പിക്കുകയാണ് ടേക്ക് കെയർ ലവ് യു ഓൾ ബൈ